ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. അപ്പോൾ നമ്മളിതാ അടുത്ത ദിവസത്തിലേക്ക് കടക്കുകയാണ്. സെയിം ചലഞ്ച് തന്നെ. ആദ്യം മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സെയിം മെഡിറ്റേഷൻസ് എല്ലാം സെയിം തന്നെ. ഇന്ന് ഇച്ചിരി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം വർക്കൗട്ട് ആദ്യം ചെയ്തിട്ട് പിന്നെയാണ് യൂട്യൂബിലുള്ള വർക്കൗട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ശാന്തത കിട്ടി ഗായ്സ്. നിങ്ങളും ട്രൈ ചെയ്യണം. ഡെഫിനറ്റ്ലി മെഡിറ്റേഷൻ കാണാനൊരു ഗ്ലാമർ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് ബോഡിയിൽ അനുഭവപ്പെടാൻ പറ്റുന്നത്. ഇന്ന് നല്ല രീതിയിൽ എനിക്ക് ബ്രെത്ത് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നതിനേക്കാളും നേരത്തെയാണ് ഇന്ന് ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു. എനിക്ക് വേറെ പരിപാടികളുണ്ടായിരുന്നു. ഇപ്പം മെഡിറ്റേഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ബി അമേസ്ഡിൻ്റെ ചാനലിലാണ് ഞാൻ ചെയ്തത്. കംപ്ലീറ്റ് ചെയ്ത് ഗായ്സ്. അടുത്തതിലേക്ക് കടക്കുകയാണ്. അടുത്തത് എൻ്റെ നെക്ക് റൊട്ടേഷനാണ്. എൻ്റെ സ്വന്തം എക്സസൈസസ്: ഷോൾഡർ റൊട്ടേഷൻ, ഹിപ്പ് റൊട്ടേഷൻ, നീ റൊട്ടേഷൻ. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൈയും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കോളേജിലും സ്കൂളിലും പഠിച്ച് ഭരതനാട്യത്തിലും പഠിച്ച സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ വാമപ്പിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ സ്വന്തം എക്സസൈസസ് ഞാൻ ആദ്യം ചെയ്യാമെന്ന് കരുതി, പക്ഷേ ഇന്ന് ടയേർഡായി ഗൈസ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എനർജി ഇല്ലായിരുന്നു. അപ്പം എൻ്റെ വാമപ്പിന് തന്നെ എൻ്റെ എനർജി ഫുൾ എക്സോസ്റ്റഡ് ആയി. പിന്നെ ഞാൻ ചെയ്യുന്നത് അടുത്തത് കാലിങ്ങനെ ഒന്ന് റേസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓക്കെ ഗൈസ് കംപ്ലീറ്റ് ചെയ്തു. അതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക് ആണ്. കുറച്ച് നേരം പ്ലാങ്ക് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഇതിൻ്റെ പേര് ക്യാറ്റ് പോസ് എന്നായിരുന്നു. അപ്പം അത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ക്രഞ്ചസ് ചെയ്തു. ക്രഞ്ചസ് ചെയ്തിട്ട് മടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ പ്രീവിയസ് വീഡിയോ ആണ് നോക്കുന്നത്, ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തതെന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലെഗ് റൈസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലെഗ് റൈസ് 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയിലോട്ടാക്കിയിട്ട് പിന്നെ രണ്ടും കൂടെ തന്നെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആക്കിയിട്ട് പിന്നെ ലെഗ് റൊട്ടേഷനും ചെയ്ത് പിന്നെ ബൈസൈക്കിൾ ചെയ്തിട്ട് ഞാൻ പിന്നെ റെസ്റ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പം നല്ലവണ്ണം റെസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി ശവാസനത്തിലേക്ക് പോകാമെന്ന്. എൻ്റെ ഫാസ്റ്റ് ബ്രീത്തിങ് നിങ്ങൾക്ക് എൻ്റെ വയറിൽ വെച്ച് കാണാമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ശവാസനത്തിലാണ്. നല്ലൊരു റിലാക്സേഷൻ ഞാൻ തന്നെ എനിക്ക് കൊടുത്തു. ഞാനിങ്ങനെ ഓരോ ഇമേജറീസ് ഇങ്ങനെ മനസ്സിലൂടെ കൊണ്ടുപോയിരുന്നു. ഞാനിപ്പം ഓഷ്യനിലൂടെ പോയാൽ എന്തായിരിക്കും, ഓഷ്യൻ ലൈഫ് എന്താണ്, അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറത്തി വിട്ടു ഗൈസ്. അങ്ങനെ ഞാൻ അതും ചെയ്ത് തീർത്തു. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വേണം എഴുന്നേക്കാൻ. അങ്ങനെയാണ് യോഗാസനത്തിലൊക്കെ പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. അടുത്തതായിട്ട് ഞാൻ യൂഷ്വൽ ചെയ്യുന്ന വാമപ്പ് സെഷൻ തുടങ്ങുകയാണ്. ഇന്ന് വാമപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നോട് ക്ഷമിക്കണം. അത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ എനർജി ഫുള്ള് എക്സോസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. എൻ്റെ ബെല്ലി എക്സസൈസ്, ബെല്ലി റിഡക്ഷൻ്റെ ഒരു എക്സസൈസ് പോലും ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഒരെണ്ണമെങ്കിലും ചെയ്യാൻ പറ്റിയതായിരുന്നു, ഇത്തവണ അതും കൂടെ പറ്റിയില്ല. അപ്പോൾ ഞാൻ വാമപ്പ് ചെയ്യുകയാണ്. ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് ഞാൻ ചെയ്യുന്നതിന് പകരം ഞാൻ വേറെ എക്സസൈസ് ചെയ്തു, ഒരെണ്ണം മാത്രം. നിങ്ങളും ഇതുപോലെ എക്സസൈസൊക്കെ ചെയ്ത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ബോഡി ഫാറ്റിനെയൊക്കെ കുറയ്ക്കാൻ ഞാനൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളത് ചെയ്യണം ഡെഫിനറ്റ്ലി ഗൈസ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ എക്സസൈസ്. എനിക്കറിയാതെ വരുന്ന ഭാഗത്ത് ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഇങ്ങനെയാണ്. കുറേ നാളായിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാത്ത ആളായിരുന്നു. കുറേ നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എക്സസൈസ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. അത് കാരണം എൻ്റെ വയർ ഇത്രയും ചാടി നിൽക്കുന്നത്. ഇതും ക്രഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരും. അത് അവർ ചേർത്തേക്കുന്നത് കൊണ്ട് ഞാൻ അതും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ക്രോസ് ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ശരി ഗായ്സ്, ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഞാൻ അടുത്ത എപ്പിസോഡ് വരെ കാണുന്നത് വരേക്കും ഗുഡ് ബൈ. സീ യു സൂൺ. ടാറ്റാ, ബൈ ബൈ.